പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ധ്യാനിക്കുന്നത്, ഈ തിങ്കളാഴ്ച ദിനത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന വചനം, അത് മിക്കായുടെ പുസ്തകത്തിലെ 7-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ തിരുവചനമാണ്. വചനം വെളിപ്പെടുന്നത് എങ്ങനെയാണ്? എന്നാൽ ഞാൻ കർത്താവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തും. ഞാൻ കർത്താവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തും. എന്നിട്ട് പറയാണ്, എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. കർത്താവിങ്കിലേക്ക് കണ്ണുയർത്തി അപ്പം തന്നെ കാര്യങ്ങൾ നടക്കുകയല്ല. എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. എന്നിട്ട് പറയാണ്, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഒരു ഭക്തൻ്റെ ഒരു എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. പ്രിയ സഹോദരങ്ങളെ, ഇതൊരു അഭിഷേകമാണ്. ഒരു സ്വർഗീയമായ കാത്തിരിപ്പ്. അതായത് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ എരുതിയിലായിരിക്കും ഞാൻ നിൽക്കുന്നത്, പക്ഷേ എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും. എൻ്റെ കർത്താവ് എൻ്റെ കണ്ണുനീരിന് ഉത്തരം നൽകും. ചിലപ്പോഴെങ്കിലും പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായിട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പിശാച് നമ്മളോട് പറയും, നിനക്ക് രക്ഷയില്ല, നിൻ്റെ ജീവിതം കെട്ടുപോയി, നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഇവരെ നോക്കിയേ, അവരെ നോക്കിയേ, നിൻ്റെ വല്ല കാര്യം നടക്കുന്നുണ്ടോ? അങ്ങനെ ശരിക്കും എല്ലായിടത്തും ശരിക്കും നമുക്ക് ഒരു നമ്മളെ നിരാശയിലേക്ക് തള്ളിയിടുന്ന വിധത്തിലുള്ള ചിന്തകളൊക്കെ തിന്മ കൊണ്ടുവരുമ്പോൾ ഈ വചനം ആവർത്തിച്ച് പറയണം. ആ കർത്താവിനായി കാത്തിരിക്കും. ഈ മിക്ക 7:7 ആവർത്തിച്ച് പറയണം. ദൈവമേ, ഇന്ന് ഞങ്ങളെ ഈ ശുശ്രൂഷയിലെ ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ വേറെ ഒന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, കർത്താവിന് വേണ്ടി കാത്തിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, എപ്പോഴും എന്നേക്കും. ആമേൻ.